ഹായ്, ഗുഡ് മോർണിംഗ്. ടുഡേ 2025 19 ജൂലൈ സാറ്റർഡേ. എല്ലാവർക്കും സുഖമാണോ? ചായ കുടിച്ചോ? അവിടെ മഴയുണ്ടോ? കാസർഗോഡ് നല്ല മഴയാണ്. ഇവിടെ റെഡ് അലർട്ടുണ്ട്. മദ്രസ, സ്കൂൾ, തെറാപ്പി ഒന്നുമില്ല, അല്ല ലീവ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസം ലീവ് തന്നെ ഉണ്ടായി. പിന്നെ വിശേഷം, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമാണോ? ഡിപ്രഷൻ ഓർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആർക്കെങ്കിലും ഉണ്ടോ? എൻ്റെ വീഡിയോ ചെയ്യാനൊക്കെ ടൈം തീരെ കിട്ടുന്നില്ല, അങ്ങനെ ഡിലേ ആയിരുന്നത്. അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായ ക്ഷീണം, ആൾക്കാർ ഫേസ് ചെയ്യാൻ പറ്റില്ല, കുളിക്കാനോ പല്ല് തേക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കിടക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. ആരോട് സംസാരിക്കാൻ തോന്നില്ല, ആരോടും ഒരു ഇഷ്ടം ഉണ്ടാവില്ല, എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കാൻ ഇങ്ങനെ നോക്കും. അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ഡിപ്രഷനായിരിക്കും. അത് ചുറ്റുമുള്ളവർ മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പറഞ്ഞാൽ അത് കുറച്ചും കൂടി സിവിയറാണ്. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിപ്രഷൻ്റെ ഒരു സിംറ്റമായിരിക്കും. ചുറ്റുമുള്ളവർ മനസ്സിലാക്കണം. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുക ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാവില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവർക്ക് നമ്മളെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ആ ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് അതിന് ക്ഷീണം, വല്ലാത്ത ക്ഷീണമായിരിക്കും. ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. അതൊക്കെ മെയിനായിട്ടുള്ളൊരു സിംറ്റമാണ് ഡിപ്രഷൻ്റെ. പിന്നെ ഈ ഡിപ്രഷൻ മെയിനായിട്ട് വരുന്നത് നമ്മളെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കും. അതായത് നമ്മൾ ഒറ്റപ്പെടൽ, നമ്മൾ ചെറുതിരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടൽ, അതായത് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ, നമ്മളെ കേൾക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്. നമുക്ക് കുറേ പറയാനുണ്ടാവും, നമുക്കത് നമ്മളെ കേൾക്കാനുള്ള ഒരാളുണ്ടായില്ല. നമുക്ക് ചിലപ്പോൾ വീട്ടിലത്തെ ആളുകളായിരിക്കും നമ്മളെ